എത്ര നന്മകൾ ചെയ്തവൻ മറക്കല്ലേ ഒരു നാളും മനമേ. എത്ര നന്മകൾ ചെയ്തവൻ മറക്കല്ലേ ഒരു നാളും മനമേ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാമം സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാമം സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 26-ാമത് വചനം. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീക വർധനവിനായി ഉതകട്ടെ എന്നുള്ള വചനമാണ്. നാം ഒരുമിച്ച് കൂടി വരുന്നതായ സാഹചര്യങ്ങളിൽ നാം ചെയ്യുന്ന ഏത് കാര്യങ്ങളും അത് നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ ആത്മീക വർധനവുണ്ടാകുവാൻ കാരണമായി തീരണമെന്ന് പൗലോസ് ഈ വാക്കുകളിൽ ഓർപ്പിക്കുകയാണ്. പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അവരുടെ 20 തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വേദപുസ്തകം അടിവരയിട്ട് ഓർപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം പാടുക, ഉപദേശങ്ങൾ പഠിപ്പിക്കുക, ഭാഷാപരവും വ്യാഖ്യാനങ്ങളും, പ്രവചനപര ശുശ്രൂഷകൾ, വിശ്വാസികളുടെ പ്രബോധനങ്ങൾ, കർത്തൃമേശയും സ്നേഹവിരുന്നും നടത്തുക, തിരുവെഴുത്തുകളെ വായിച്ച് കേൾപ്പിക്കുക, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, രോഗശാന്തി, വിശ്വാസം, അത്ഭുത വീര്യപ്രവർത്തികൾ തുടങ്ങിയുള്ള ശുശ്രൂഷകൾ, വിവേചനപരത്തിൻ്റെയും വിധിക്കലിൻ്റെയും ഉപയോഗങ്ങൾ, പ്രവർത്തന രേഖകളും ദൈനംദിന പ്രവർത്തനങ്ങളും, സ്നാനത്തിൻ്റെ ആവശ്യകത, പരിശുദ്ധാത്മാവും കൃപാവരങ്ങളുടെ ശുശ്രൂഷകളും, ആഴമായ ദൈവവചന പ്രഭാഷണങ്ങൾ, സുവിശേഷ പ്രവർത്തകരെ അയക്കുക, ധർമ്മശേഖരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഏറ്റുപറച്ചിലിൻ്റെ ആവശ്യകത, സഭയിൽ വെച്ച് നടക്കുന്ന വിസ്താരങ്ങൾ, സഭയിൽ പുതിയ അംഗങ്ങളെ ചേർക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയും പുതിയ നിയമസഭയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ്. ഞാൻ ഈ ഓർമ്മപ്പെടുത്തിയതായ ഓരോ ആത്മീക പ്രവർത്തനങ്ങളും ഞാനും നിങ്ങളും ചെയ്യുവാനായി പരിശ്രമിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളിലൂടെ സംഭവിക്കപ്പെടേണ്ടത് നമുക്കും മറ്റുള്ളവർക്കും ഒരേപോലെ അത് ആത്മീക വർധനവിന് കാരണമായിത്തീരുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ആത്മീക വർധനവുണ്ടാകുന്നില്ല എങ്കിൽ ആ പ്രവൃത്തി അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നും ആത്മീക വർധനവുണ്ടാകുന്നു എങ്കിൽ ഉത്സാഹത്തോടെ അത് തുടരേണ്ടതുണ്ടെന്നുമാണ് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പുതിയ നിയമസഭയുടെ പ്രവർത്തനത്തിൻ്റെ പങ്കാളികളായി ഞാനും നിങ്ങളും തീരുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്കും മറ്റുള്ളവർക്കും ആത്മീക വർധനവുണ്ടാകുന്നു എന്ന് സ്വയം ശോധന ചെയ്യുവാനും, ആത്മീക വർധനവുണ്ടാകുന്നില്ല എങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികൾ അവസാനിപ്പിക്കുവാനും, അല്ല ആത്മീക വർധനവുണ്ടാകുന്നു എന്ന ബോധ്യതയുണ്ടെങ്കിൽ
അത്യുത്സാഹത്തോടെ അത് ചെയ്യുവാനും നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ എന്തു ചെയ്തു, എങ്ങനെ ചെയ്തു എന്നതിനപ്പുറത്ത് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരുപോലെ ആത്മീക വർധനവിന് കാരണമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ. അതിനായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.